ഓം ശാന്തി 27/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ശരീരത്തിൽ നിന്ന് വേറിട്ട് ബാബയുടെ അടുക്കലേക്ക് പോകണം. നിങ്ങൾക്ക് ശരീരം ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതിനാൽ ശരീരത്തെ മറന്ന് ആത്മാവിനെ നോക്കൂ. ശാസ്ത്രങ്ങളിൽ ഒരു കഥ പറയുന്നുണ്ട്. ത്രിശങ്കു എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരീരസഹിതം സ്വർഗത്തിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടായി. അതിനായി വളരെയധികം പരിശ്രമിച്ചു. പലവിധ സന്യാസികളിൽ നിന്നും സഹായമെടുത്തു. സ്വർഗത്തിലുള്ളവർ വ്യക്തമാക്കിയായിരുന്നു ശരീരസഹിതം വരാൻ സാധിക്കില്ല എന്ന്. എന്നിട്ടും പല രീതികൾ പ്രയോഗിച്ച് ത്രിശങ്കു സ്വർഗത്തിലെത്തിയപ്പോൾ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം എല്ലായിടത്തും പരന്നത് കാരണം ത്രിശങ്കുവിനെ താഴെ ഭൂമിയിലേക്ക് വിട്ടു. എന്നാൽ തപസ്സിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം ഭൂമി വരെയും എത്തിയില്ല, നടുക്ക് തന്നെ നിന്നു. അങ്ങനെയാണ് തെങ്ങ് ഉണ്ടായത് എന്ന് കഥകൾ പറയാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഈ ശരീരം അല്പനേരം ഉപയോഗിക്കുന്നതിന് എടുത്തതാണ്. ഈ ശരീരത്തിനോട് മോഹമുണ്ടാകരുത്. ഈ ശരീരമില്ലാതെ ഒന്നും സാധിക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടാകരുത്. ഈ ശരീരം വിട്ടിട്ടാണ് നാം ബാബയുടെ അടുക്കലേക്ക് പോകേണ്ടത്. അതിനാൽ ഈ ശരീരത്തെ മറന്ന് ആത്മാവിനെ തന്നെ കാണണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ആയുസ് യോഗബലത്തിലൂടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുരുഷാർത്ഥം എന്തുകൊണ്ട് ചെയ്യുന്നു? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നമ്മൾ ബാബയിലൂടെ എല്ലാം ഈ ജന്മത്തിൽ അറിയണം, ബാബയിലൂടെ എല്ലാം കേൾക്കണം. ഇതിനായി നിങ്ങൾ യോഗബലത്തിലൂടെ തൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ബാബയിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള സ്നേഹം പിന്നെ മുഴുവൻ കൽപ്പത്തിലും ലഭിക്കുക സാധ്യമല്ല. ബാക്കി ആരെല്ലാം ശരീരം വിട്ടു പോകുന്നുവോ അവർക്കായി പറയുന്നു ഡ്രാമ. അവർക്ക് ഇത്രയും മാത്രമായിരുന്നു പാട്ട്. ബാബ പലപ്പോഴായി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യോഗബലത്തിലൂടെ ആയുസ് വർദ്ധിക്കും എന്ന്. നമ്മൾ ആത്മാക്കൾ എന്തിനാണ് യോഗബലത്തിലൂടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത്? കാരണം ഈ സംഗമയുഗത്തിൽ നമ്മൾ ബാബ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കുകയാണ്. ഇനിയൊരു ജന്മമെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എന്തെല്ലാം പഠിച്ചുവോ അതിൻ്റെ എല്ലാം സംസ്കാരം ഉണ്ടായിരിക്കാം. എന്നാൽ അവ ഒന്നുകൂടി മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണ അറിവ് ലഭിക്കുമ്പോഴാണ് അതൊരു പൂർണ്ണ ചക്രമാകുന്നത്, വ്യക്തമായി എല്ലാം അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് പകുതിയാക്കിയിട്ട് പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് പണി തുടങ്ങുന്നത് എങ്കിൽ അതിന് അതിൻ്റേതായ ഒരു അപാകത ഉണ്ടാകും. എന്നാൽ ഒറ്റയടിക്ക് നന്നായി അതൊരു സ്റ്റഡിയായി അല്ലെങ്കിൽ മുറയായി കെട്ടിടം പണിയുകയാണ് എങ്കിൽ ഓരോ തലവും പണിത് കഴിയുമ്പോൾ നമ്മൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും, ലക്ഷ്യത്തിലെത്തുന്നു എന്ന അനുഭവവും ഉണ്ടാകും. ഇവിടെ ബാബ നമുക്ക് ജോഗ്രഫിയും ഹിസ്റ്ററിയും പഠിപ്പിക്കുകയാണ്. എന്നാൽ പകുതി പഠിച്ചിട്ട് പകുതി അടുത്ത ജന്മം പഠിക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു അപാകത വരുന്നു. പകരം ഈ ഒരു ജന്മം തന്നെ പഠിക്കുകയാണെങ്കിൽ പൂർണ്ണ അറിവ് ലഭിക്കുകയാണ്. മാത്രമല്ല, ബാബയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ, സാധാരണ മറ്റാർക്കും ലഭിക്കാത്ത, മറ്റൊരു സമയത്തും പ്രാപ്തമല്ലാത്ത ബാബയിൽ നിന്ന് പാലന ലഭിക്കുകയാണ്. ഇത് മുഴുവനായും എടുക്കണം.
അതിനായി യോഗബലത്തിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഈ സ്നേഹവും ഈ പാലനയും ഈ പഠിത്തവും ഈ ശ്രീമതവും മറ്റൊരു സമയത്തും ലഭ്യമല്ല. അതിനാൽ നാം ശരീരം വിടാതിരിക്കുന്നതിന് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തുകൊണ്ട് പുരുഷാർത്ഥം ചെയ്യുകയാണ്, യോഗബലം വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ആരാണോ ശരീരം വിട്ടിട്ട് പോയത് അവർക്ക് വേണ്ടി പറയേണ്ടത് ഡ്രാമ എന്നാണ്. അവരുടെ പാർട്ട് അങ്ങനെയായിരുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ സന്ദേശം കേൾപ്പിച്ച് എല്ലാവരുടെയും ദുഃഖം മാറ്റണം. എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. പരിധികളിൽ നിന്ന് മാറി പരിധിയില്ലാത്തതിൽ പോകണം. 2. അന്തിമത്തിൽ എല്ലാ സാക്ഷാത്കാരവും ലഭിക്കുന്നതിന്, ഒപ്പം ബാബയുടെ സ്നേഹത്തിൻ്റെ പാലന എടുക്കുന്നതിന് ജ്ഞാനയോഗത്തിൽ ശക്തരാകണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ യോഗബലത്തിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കണം. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ലോകം ദുഃഖധാമമാണ്. എന്നാൽ ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. അങ്ങനെയുള്ള ബാബയുടെ സന്ദേശം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കണം. എല്ലാ പരിധികളിൽ നിന്നും അവരെ മാറ്റി പരിധിയില്ലാത്തതിലേക്ക് കൊണ്ടുപോകണം. അടുത്ത പോയിന്റിൽ ബാബ പറഞ്ഞു, അന്തിമത്തിൽ എല്ലാത്തിൻ്റെയും രഹസ്യം നമ്മൾക്ക് ബാബ പറഞ്ഞു തരും. അത് സാക്ഷാത്കാരങ്ങളിലൂടെ ആയിരിക്കും. ആ സാക്ഷാത്കാരം ലഭിക്കുന്നതിനും ബാബയിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ പാലന പൂർണ്ണമായി എടുക്കുന്നതിനും ജ്ഞാനയോഗത്തിൽ ശക്തരാകണം. അതിലൂടെ ആയുസ്സും വർദ്ധിപ്പിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുടെ കാര്യം എന്തായി എന്ന് നോക്കി സമയം കളയരുത്. തൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് യോഗബലത്തിൽ ശ്രദ്ധ കൊടുക്കണം. വരദാനം: അശ്രദ്ധയും ശ്രദ്ധയിലുള്ള അഭിമാനവും വിട്ട് ബാബയുടെ സഹായത്തിന് പാത്രമാകുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. പല കുട്ടികളും ധൈര്യം വയ്ക്കുന്നതിന് പകരം അശ്രദ്ധരാകുന്നത് കാരണം അഭിമാനത്തിൽ വരുന്നു. നമ്മൾ സദാ പാത്രം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നു. ബാബ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ആരെ സഹായിക്കും എന്ന് ചിന്തിക്കുന്നു. ഈ അഭിമാനം കാരണം ധൈര്യത്തിൻ്റെ വിധി മറന്നു പോകുന്നു. മറ്റു പലർക്കും പിന്നെ സ്വയം തന്നിൽ അറ്റൻഷൻ കൊടുക്കുന്നതിൻ്റെയും അഭിമാനം വരുന്നു. അപ്പോൾ സഹായത്തിൽ നിന്നും വഞ്ചിതരാകുന്നു. മനസ്സിലാക്കുന്നു, നമ്മൾ ധാരാളം യോഗം ചെയ്തു, ഞാൻ ഈ യോഗി തു ആത്മാവായി, സേവനത്തിൻ്റെ രാജധാനിയുമായി. ഇപ്രകാരത്തിലുള്ള അഭിമാനത്തെ വിട്ട് ധൈര്യത്തിൻ്റെ ആധാരത്തിൽ സഹായത്തിന് പാത്രമാകൂ, എങ്കിൽ സഹജ പുരുഷാർത്ഥി ആയിത്തീരും. ധൈര്യം വയ്ക്കുന്ന കുട്ടികൾക്ക് ബാബ സഹായം നൽകും എന്നതാണ് ബാബയുടെ പ്രതിജ്ഞ. എന്നാൽ ഇതൊരിക്കലോ 2 തവണയോ 3 തവണയോ അല്ല, അങ്ങ് അറ്റം വരെയും നാം ചെയ്യേണ്ടതാണ്. ബാബയിൽ നിന്ന് സഹായം വേണമോ, തീർച്ചയായും ധൈര്യത്തിൻ്റെ ആ ഒരു ചുവട് എടുക്കുക തന്നെ വേണം. എന്നാൽ ഈ യാത്രയിൽ മുന്നോട്ട് പോകെ പോകെ പല സമയത്തും പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ വരുന്നു. ഉദാഹരണത്തിന്, എന്നെ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരെ സഹായിക്കാനാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുന്നതിൽ അശ്രദ്ധരാകുന്നു. ഇതുമല്ല എങ്കിൽ വളരെയധികം സ്വയം തൻ്റെ മേൽ ശ്രദ്ധ ഉള്ളത് കാരണം ജ്ഞാനിയായി, യോഗിയായി, നിറയെ യോഗം ചെയ്തു, സേവനത്തിൻ്റെ രാജധാനിയായി, ഇനി എന്താണ് ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കേണ്ടത് എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള
അഹംഭാവമെല്ലാം വിട്ട് ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുന്നതിലൂടെ സഹായത്തിന് പാത്രമായി തീരുന്നു. അങ്ങനെയുള്ളവരെ സഹജ പുരുഷാർത്ഥി എന്ന് പറയുന്നു. സ്ലോഗൻ: വേസ്റ്റും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകളെ പരിവർത്തനം ചെയ്ത് വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കൂ. മുഴുവൻ ലോകത്തിൻ്റെയും സേവനത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് സങ്കല്പം. എവിടെയാണോ നമ്മുടെ നെഗറ്റീവും വ്യർത്ഥവുമായി സങ്കല്പം പോകുന്നത്, അതെല്ലാം നിർത്തിവെച്ച് വിശ്വസേവനത്തിൽ ആ സങ്കല്പവും സമയവും ഉപയോഗിക്കണം. ഓം ശാന്തി.